ബറാഅത്തിന്റെ രാവിൽ നമ്മളൊക്കെ 3 യാസീൻ സൂറത്ത് ഓതാറുണ്ടല്ലേ? ഇശാ മഗ്രിബിന്റെ ഇടയിൽ മറ്റു സംസാരങ്ങളൊന്നുമില്ലാതെ പരിശുദ്ധ ഖുർആൻ എടുത്തുകൊണ്ട് 3 നിയ്യത്തുകൾ വെച്ചുകൊണ്ട് 3 യാസീൻ സൂറത്ത് നമ്മൾ ഓതാറുണ്ട്. എന്തിനാണത്? മുൻഗാമികൾ നമുക്ക് കാണിച്ചു തന്ന ഒരു മാതൃകയാണത്. കാരണം ബറാഅത്തിന്റെ രാവെന്ന് പറയുന്നത് അല്ലാഹു തആല എല്ലാ കാര്യങ്ങളും കണക്കാക്കുന്ന രാവാണല്ലോ. ഫിഹാ യുഫ്റഖു കുല്ലു അംരിൻ ഹകീം പരിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ എല്ലാ വിഷയങ്ങളും അല്ലാഹു തആല തീരുമാനമെടുത്ത് കണക്കാക്കുന്ന സമയത്ത് അല്ലാഹുവിനോട് നമ്മൾ ദുആ ചെയ്യാ. യംഹുല്ലാഹു മാ യശാ വ യുസ്ബിത്. അല്ലാഹുവിന്റെ തീരുമാനത്തിൽ അല്ലാഹു തആല ഉദ്ദേശിച്ചത് മായ്ച്ചു കളയും, ഉദ്ദേശിച്ച അവൻ സ്ഥിരപ്പെടുത്തുകയും ചെയ്യും. അപ്പൊ തീരുമാനത്തിൽ മാറ്റം വരുത്താൻ സാധിക്കും നമ്മൾ ദുആ ചെയ്ത് കഴിഞ്ഞാൽ. അതിന് പ്രധാനപ്പെട്ട ഒരു കാരണമാണ് യാസീൻ സൂറത്ത് ഓതുക. കാരണം എന്താ? സൂറത്ത് യാസീൻ ലിമാ ഖുരിഅത് ലഹു. ഏതൊരു വിഷയം ഉദ്ദേശിച്ചുകൊണ്ടാണോ നമ്മൾ സൂറത്ത് യാസീൻ ഓതുന്നത് ആ ഉദ്ദേശം കരസ്ഥമാകുമെന്ന് ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ബറാഅത്തിന്റെ രാവിൽ നമ്മുടെ കാര്യങ്ങളൊക്കെ കണക്കാക്കുമ്പോ നമ്മൾ നല്ല നല്ല നിയ്യത്തുകൾ വെച്ചുകൊണ്ട് സൂറത്ത് യാസീൻ ഓതിക്കഴിഞ്ഞാൽ നമ്മുടെ കാര്യങ്ങളൊക്കെ നല്ല രൂപത്തിലാകാൻ അത് കാരണമാകും. അതുകൊണ്ടാണ് മുൻഗാമികൾ നമുക്ക് ആ ഒരു നല്ല കാര്യം കാണിച്ചു തന്നിട്ടുള്ളത്. മാത്രമല്ല ഹബീബായ തങ്ങൾ പറഞ്ഞല്ലോ, ഇന്നലി കുല്ലി ശൈഇൻ ഖൽബ്. എല്ലാ വസ്തുവിനും ഒരു ഹൃദയമുണ്ടെങ്കിൽ വഖൽബുൽ ഖുർആനി സൂറത്തു യാസീൻ. ഖുർആനിന്റെ ഹൃദയം അത് സൂറത്ത് യാസീനാണ്, സൂറത്ത് യാസീനാണ്. വമൻ ഖറഅ യാസീൻ കതബല്ലാഹു ലഹു ബിഖറാഅതിഹാ ഖിറാഅത്തുൽ ഖുർആനി 10 മർറാത്ത്. പരിശുദ്ധ ഖുർആനിലെ സൂറത്ത് യാസീൻ ഒരാൾ ഓതി കഴിഞ്ഞാൽ ഖുർആൻ 10 പ്രാവശ്യം ഓതി തീർത്തവനെ പോലെയാണ്. അങ്ങനെ ഒരുപാട് മഹത്വം യാസീനുണ്ട്. ഇരിക്കട്ടെ സഹോദരങ്ങൾ, അതുകൊണ്ട് ബറാഅത്തിന്റെ രാവിൽ നമ്മൾ സൂറത്ത് യാസീൻ ഓതുമ്പോൾ നമ്മൾ പ്രത്യേക നിയ്യത്ത് വെക്കണം. ഒന്നാമത്തെ നിയ്യത്ത് ബിനിയ്യത്തിൽ ബറകത്തി ഫിൽ ഉംരി ലഹു വലിമൻ യുഹിബ്ബു. നമുക്കും നാം ഇഷ്ടപ്പെടുന്ന ആളുകൾക്കൊക്കെ ആയുസ്സിൽ ബറക്കത്ത് ഉണ്ടാകണം. ആ നിയ്യത്ത് വെച്ചുകൊണ്ടാണ് ഒന്നാമത്തെ യാസീൻ ഓതേണ്ടത്. രണ്ടാമത്തെ ഓതേണ്ടതോ അത്തൗസിഅതു ഫിൽ റിസ്ഖ്. നമ്മുടെ ഭക്ഷണത്തിൽ വിശാലത കിട്ടണം എന്ന നിയ്യത്ത് വെച്ചുകൊണ്ട് നമ്മൾ രണ്ടാമത്തെ യാസീൻ ഓതുമ്പോ മൂന്നാമത്തെ യാസീൻ ഓതേണ്ടത് നാമുമായി ബന്ധപ്പെട്ട ആളുകളൊക്കെ വിജയികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടണം. ഈ നിയ്യത്ത് വെച്ചുകൊണ്ടാണ് മൂന്നാമത്തെ യാസീൻ ഓതേണ്ടത്. ഒന്നുകൂടെ പറയാം, 3 യാസീനാണ് നാം ഓതാറുള്ളത്. അത് ഇശാ മഗ്രിബിന്റെ ഇടയിലാണ് ഓതാറുള്ളത്. അതിന്റെ ഇടയിൽ മറ്റു സംസാരങ്ങളൊന്നുമില്ലാതെ മറ്റു വിഷയങ്ങളിലേക്കൊന്നും തിരിയാതെ നല്ല ഇഖ്ലാസോടുകൂടെ നമ്മൾ ഓതുക. ഒന്നാമത്തെ യാസീൻ ഓതുന്ന സമയത്ത് നമുക്കും നാമുമായി ബന്ധപ്പെട്ട ആളുകളൊക്കെ, നമ്മൾ ഇഷ്ടപ്പെടുന്ന ആളുകൾ, അവർക്കൊക്കെ ആയുസ്സിൽ ബറക്കത്ത് വേണം. രണ്ടാമത്തത് ഭക്ഷണത്തിൽ റിസ്ഖിൽ ബറക്കത്ത് വേണം. മൂന്നാമത്തതോ നമ്മളൊക്കെ വിജയികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടണം എന്ന നിയ്യത്ത് വെച്ചുകൊണ്ട് 3 യാസീൻ സൂറത്ത് ഇശാ മഗ്രിബിന്റെ ഇടയിൽ ഓതണം. അല്ലാഹു തൗഫീഖ്